കുമ്പളങ്ങിയിലെ ഒരു വീട്. ഒന്ന്, പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയതും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതുമായ ഒരു ചിത്രമാണ് 2019-ൽ പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ്. നവാഗതനായ മധു സിസ്റ്റർ നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ചു. 2. ഫഹദ് ഫാസിൽ, സൗബിൻ ഷാഹിർ, ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി, മാത്യു തോമസ്, അന്നബെൻ, ഗ്രേസ് ആന്റണി തുടങ്ങിയ മികച്ച താരനിരയുടെ പ്രകടനങ്ങൾ ഈ ചിത്രത്തെ വേറിട്ട് നിർത്തുന്നു. കൊച്ചിക്ക് സമീപമുള്ള കുമ്പളങ്ങി എന്ന മനോഹരമായ മീൻപിടുത്ത ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. 3, 4 സഹോദരങ്ങൾ താമസിക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടും അവരുടെ സങ്കീർണമായ ബന്ധങ്ങളുമാണ് ചിത്രത്തിന്റെ കാതൽ. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരുമയില്ലാത്ത ഈ സഹോദരങ്ങൾ എങ്ങനെയാണ് ഒടുവിൽ ഒരു കുടുംബമായി മാറുന്നതെന്നാണ് കുമ്പളങ്ങി നൈറ്റ്സ് പറയുന്നത്. കഥാപാത്രങ്ങൾ: 4 സഹോദരങ്ങൾ. 4 കഥയിലെ പ്രധാനികൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന 4 സഹോദരങ്ങളാണ്. സാജി, സൗബിൻ ഷാഹിർ, ബോണി, ശ്രീനാഥ് ഭാസി, ബോബി, ഷെയ്ൻ നിഗം, ഫ്രാങ്കി, മാത്യു തോമസ്. ഇവരിൽ മൂത്തവരായ സാജിയും ബോബിയും വലിയ ഉത്തരവാദിത്തങ്ങളില്ലാതെയും കലഹിച്ചും ജീവിക്കുന്നവരാണ്. 5. സാജി. മൂത്ത സഹോദരനായ സാജിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോയെന്ന് കരുതുന്ന ഒരാളാണ് സാജി. ആത്മഹത്യാ പ്രവണത വരെയുണ്ടായിരുന്ന അയാളുടെ ജീവിതത്തിൽ ഒരു അപകടം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. 6. ബോണി. രണ്ടാമത്തെ സഹോദരനാണ് ബോണി. സംസാരശേഷിയില്ലാത്ത ബോണിക്ക് കലയോടും പ്രകൃതിയോടും വലിയ അടുപ്പമുണ്ട്. നിശബ്ദനാണെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ആളാണവൻ. 7. ബോബി. മൂന്നാമത്തെയാളായ ബോബി ഒരു തെമ്മാടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ജോലിയില്ലാതെ ചുരുക്കിറങ്ങുന്ന ബോബി അയൽവാസിയായ ബേബി മോളുമായി അന്നബെൻ പ്രണയത്തിലാകുന്നു. 8. ഫ്രാങ്കി. 4 പേരിൽ ഏറ്റവും ഇളയവനും പഠിക്കുന്ന കുട്ടിയുമാണ് ഫ്രാങ്കി. വീട്ടിലെ പ്രശ്നങ്ങളിലും സഹോദരങ്ങളുടെ സ്വഭാവത്തിലും അവന് വലിയ മടുപ്പുണ്ട്. ഒരു സാധാരണ കുടുംബം പോലെ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. കഥയുടെ ഒഴുക്ക്: ബന്ധങ്ങളും വെല്ലുവിളികളും. 9. സഹോദരങ്ങളുടെ അച്ഛൻ മരിക്കുകയും അമ്മ അവരെ ഉപേക്ഷിച്ച് ഒരു സന്യാസിനി ആശ്രമത്തിൽ ചേരുകയും ചെയ്തതോടെയാണ് അവരുടെ വീട് ഒരു ആണിടമായി മാറുന്നത്. സാജിയാണ് വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ കാര്യമായ അടുപ്പമില്ല. 10. ബോബി. ബേബി മോളുമായി പ്രണയത്തിലാകുകയും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബേബി മോളുടെ സഹോദരി സിമിയുടെ ഗ്രേസ് ആന്റണി ഭർത്താവായ ഷമ്മി, ഫഹദ് ഫാസിൽ, ബോബിയുടെ കുടുംബ പശ്ചാത്തലം മോശമാണെന്ന് പറഞ്ഞ് വിവാഹത്തെ എതിർക്കുന്നു. ഷമ്മി ഒരു കംപ്ലീറ്റ് മാൻ എന്ന ഇമേജിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഉള്ളിൽ വിഷാദവും ക്രൂരതയും ഒളിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. 11. ഷമ്മി ബോബിയെയും കുടുംബത്തെയും അപമാനിക്കുന്നത് സാജിയെ വേദനിപ്പിക്കുന്നു. ബോബിക്കൊരു ജോലി കണ്ടെത്താൻ സാജി പ്രേരിപ്പിക്കുന്നു. ഇതിനിടെ ബോണിക്ക് നൈല, ഡെൻമാർക്ക് സ്വദേശിനിയായ ഗ്രെറ്റ സ്ട്രോൺ എന്ന ഒരു അമേരിക്കൻ വിനോദസഞ്ചാരിയുമായി അടുപ്പത്തിലാകുന്നു. നൈല ബോണിയുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നത് സഹോദരങ്ങളുടെ വീടിന് ഒരു പുതിയ മുഖം നൽകുന്നു. 12. ഒരു വഴക്കിനിടെ ഫ്രാങ്കിയെ ബോണി തല്ലുന്നത് സാജിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. മദ്യപിച്ച് ലക്കുകെട്ട സാജി ആത്മഹത്യക്ക് ശ്രമിക്കുകയും അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ സുഹൃത്ത് വിജയ് മരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം സാജിയെ ആഴത്തിൽ കുറ്റബോധത്തിലാക്കുന്നു. 13. വിജയുടെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ പോകുന്ന സാജി അവൾ പ്രസവവേദനയിലാണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിൽ എത്തിക്കുകയും പ്രസവത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. വിജയയുടെ ഭാര്യയെയും കുഞ്ഞിനെയും സാജി പിന്നീട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സ്ത്രീകൾ വീട്ടിലേക്ക് വരുന്നതോടെ സഹോദരങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ ഊർജവും ഉത്തരവാദിത്തബോധവും ഉണ്ടാകുന്നു. 14. ഷമ്മിയുടെ എതിർപ്പിനെ അവഗണിച്ച് ബോബിയും ബേബിയും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. ഇതിനിടെ ഷമ്മിയുടെ യഥാർത്ഥ സ്വഭാവം കൂടുതൽ വെളിപ്പെടുന്നു. തന്റെ കുടുംബത്തിലെ സ്ത്രീകളെ പോലും ഭീഷണിപ്പെടുത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഷമ്മി ഒരു സൈക്കോ സ്വഭാവക്കാരനാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. 15. അവസാന രംഗങ്ങളിൽ ഷമ്മി ബേബിയെയും സിമിയെയും വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. സഹോദരങ്ങൾ ഒരുമിച്ച് ഷമ്മിയെ നേരിടുകയും സ്ത്രീകളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തോടെ 4 സഹോദരങ്ങൾക്കിടയിലെ അകൽച്ച മാറി അവർ ഒരു കുടുംബമായി മാറുന്നു. സാജി തന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നു. ബോബിക്ക് ജോലി ലഭിക്കുന്നു. അവൻ ബേബിയെ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. ഫ്രാങ്കി തന്റെ സഹോദരങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. വിശകലനം: പൊളിച്ചെഴുതിയ ആൺ സങ്കല്പങ്ങൾ. 16. പുരുഷ സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്ത്. കുമ്പളങ്ങി നൈറ്റ്സ് മലയാള സിനിമയിൽ നിലനിന്നിരുന്ന പരമ്പരാഗത കംപ്ലീറ്റ് മാൻ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തു. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന, പാചകം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന പുരുഷന്മാരെ ചിത്രം അവതരിപ്പിച്ചു. ഷമ്മിയുടെ കംപ്ലീറ്റ് മാൻ എന്ന വാർപ്പ് മാതൃകയിലുള്ള സ്വഭാവം അയാളുടെ ഉള്ളിലെ വിഷാദത്തെയും ക്രൂരതയെയും മറക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ചിത്രം വ്യക്തമാക്കുന്നു. 17. ആരോഗ്യകരമായ ബന്ധങ്ങൾ. 4 സഹോദരങ്ങൾക്കിടയിലെ സ്നേഹമില്ലായ്മയിൽ നിന്ന് അവർ ഒരുമിച്ച് നിന്ന് പരസ്പരം താങ്ങാവുന്നതിലൂടെയുള്ള മാറ്റം ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റാണ്. സ്ത്രീകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് അവരുടെ വീടിനെ ഒരു യഥാർത്ഥ വീടാക്കി മാറ്റാൻ സഹായിക്കുന്നു.
18 മാനസികാരോഗ്യം. സാജി എന്ന കഥാപാത്രത്തിലൂടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ചിത്രം എടുത്തു കാണിക്കുന്നു. സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു ബലഹീനയില്ലെന്നും അത് ഒരാളെ ശക്തിപ്പെടുത്തുമെന്നും ചിത്രം പറയുന്നു. 19 സൗന്ദര്യാനുഭവം. ശ്യാം പുഷ്കരന്റെ ശക്തമായ തിരക്കഥയും മധു സിസ്റ്റർ നാരായണന്റെ സംവിധാനവും ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണവും സുഷിൻ ശ്യാമിന്റെ സംഗീതവും കുമ്പളങ്ങി നൈറ്റ്സ് ഒരു ദൃശ്യശ്രാവ്യ വിരുന്നാക്കി മാറ്റി. കുമ്പളങ്ങി എന്ന പ്രദേശം ഒരു കഥാപാത്രമായി തന്നെ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. 20 സാമൂഹിക പ്രസക്തി. പാട്രിയാർക്കി, ക്ലാസ് വ്യത്യാസങ്ങൾ, സ്വത്വ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ചിത്രം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നു. ഈ ചിത്രം വെറുമൊരു കുടുംബകഥ എന്നതിലുപരി സമൂഹത്തിന്റെ നേർക്കാഴ്ച കൂടിയായി മാറി.